ഒരുപാട് ഹീറോസിനെ കോമിക്സിൽ നിന്നും ലൈവ് ആക്ഷനിലേക്ക് ഏറ്റവും ബെസ്റ്റായി കൊണ്ടുവന്നൊരു ഫ്രാഞ്ചൈസിയാണ് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ്. പക്ഷേ MCUവിൽ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതെ പോയൊരു ഹീറോ ആരാന്ന് ചോദിച്ചാൽ ഏറ്റവും ആദ്യം എല്ലാവരും പറയുക ഹൾക്ക് തന്നെയായിരിക്കും. MCU ഒക്കെ ഉണ്ടാകുന്നതിന് മുന്നേ 2003 ആംഗ്ലി ഹൾക്ക് സിനിമ കാരണം ഈ ക്യാരക്ടറിനുണ്ടായ പോപ്പുലാരിറ്റിയും ഫാൻ ബേസും ചില്ലറയല്ലായിരുന്നു. പക്ഷേ MCU തുടങ്ങി ആദ്യ കൊല്ലം, അതായത് 2008 തന്നെ രണ്ടാം സിനിമയായിട്ട് ദ ഇൻക്രെഡിബിൾ ഹൾക്ക് വന്നിരുന്നു. പിന്നീട് ഒരൊറ്റ ഹൾക്ക് സിനിമ പോലും നമുക്ക് കിട്ടിയില്ല. ഹൾക്ക് വന്നിട്ടുണ്ടായിരുന്ന അവഞ്ചേഴ്സിലൊക്കെ ആണെങ്കിലും മെയിൻ ട്രയോയുടെ സൈഡായിട്ട് മാറാനേ ഹൾക്കിന് പറ്റിയുള്ളൂ. തോർ റാഗ്നറോക്കിലും കുറേയൊക്കെ ഹൾക്കിനൊരു സൈഡ് റോള് തന്നെ, അതായത് സോളോ പടവും ഇല്ല, വരുന്ന പടങ്ങളിലും സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നു. ഇതിന് കാരണം യൂണിവേഴ്സൽ പിക്ചേഴ്സുമായിട്ട് പണ്ട് മാർവൽ ഉണ്ടാക്കിയ കോൺട്രാക്റ്റ് ആയിരുന്നു. യൂണിവേഴ്സലും ഡിസ്നിയും ഡയറക്റ്റ് കോമ്പറ്റീറ്റേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിനോട് ലാഭം ഉണ്ടാകുന്ന ഒരു ഹൾക്ക് മൂവി ഇറക്കാൻ ഡിസ്നിക്ക് വലിയ താല്പര്യമില്ല എന്നതായിരുന്നു സത്യം. അതുകൊണ്ടാണ് നമുക്കൊരു ഹൾക്കിൻ്റെ സോളോ മൂവിയോ അല്ലെങ്കിൽ ഇവരുടെ കോൺട്രാക്റ്റ് പ്രശ്നങ്ങൾ കാരണം അവഞ്ചേഴ്സിലൊക്കെ ഒരു മെയിൻ റോളോ ഒന്നും തന്നെ ഹൾക്കിന് കാണാൻ പറ്റാതെ പോയത്. പക്ഷേ വാട്ട് ഇഫ്, അതായത് റിയൽ ലൈഫ് ഹിസ്റ്ററിയിൽ ഒരു വാട്ട് ഇഫ്, ഡിസ്നി 2003 മാർവലിനെ മേടിച്ച സമയത്ത് തന്നെ യൂണിവേഴ്സലുമായിട്ട് സംസാരിച്ച് ഹൾക്കിൻ്റെ റൈറ്റ്സ് കൂടെ മൊത്തം തിരിച്ച് മേടിച്ചിരുന്നെങ്കിലോ? എങ്ങനെയായിരുന്നു പിന്നീടുണ്ടായിരുന്ന MCU? ഹൾക്കിൻ്റെ സോളോ മൂവീസ് എങ്ങനെയായിരുന്നു ഇവിടേക്ക് വരിക? ഒരു ബ്രോഡർ സ്റ്റോറിയിൽ എങ്ങനെയാണ് കണക്റ്റ് ആവുക? അതുപോലെ അവഞ്ചേഴ്സ് സിനിമകളിലൊക്കെ ഹൾക്കിന് ഇമ്പോർട്ടൻസ് എങ്ങനെയായിരിക്കും കൂടുക? അങ്ങനെ ഒരു റിയൽ ലൈഫ് ഹിസ്റ്ററി റീറൈറ്റിംഗ് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. സോ വെൽക്കം ടു കൊമിക് മന്ത്ര. ഞാൻ ശ്രീനന്ദൻ ചെക്കന്നൂർ. 2008 ദ ഇൻക്രെഡിബിൾ ഹൾക്ക് ഇറങ്ങി എന്നുള്ളതിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. എഡ്വേർഡ് നോർട്ടൺ തന്നെയാണ് ഇതിൻ്റെ നായകൻ, യൂണിവേഴ്സൽ തന്നെയാണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. ആ ഒരു സംഭവമൊക്കെ ഒരു കുഴപ്പമില്ല. 2009 ഡിസ്നി മാർവലിനെ മേടിക്കുന്നത്. അവിടെ തൊട്ടാണ് ഞാനൊരു ഹിസ്റ്ററി റീറൈറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ആ ഒരു സമയത്ത് ഒരു ഹൾക്കിൻ്റെ റൈറ്റ്സ് കൂടെ യൂണിവേഴ്സലിൽ നിന്ന് മൊത്തത്തിൽ പറഞ്ഞ് സമ്മതിച്ച് മാർവലിൻ്റെ കയ്യിൽ ഫുള്ളി തിരിച്ച് കിട്ടുകയാണ്. സോ അങ്ങനെ ഹൾക്കിൻ്റെ ഒരു സെക്കൻഡ് മൂവി വരുന്നത് ദി അവഞ്ചേഴ്സിന് ശേഷമാണ്. ദി അവഞ്ചേഴ്സിന് വേണ്ടിയിട്ട് മാർക്ക് റഫാലോയെ കാസ്റ്റ് ചെയ്തു. അപ്പോൾ എഡ്വേർഡ് നോർട്ടൺ ശരിക്കും പോയത് ഈ ഒരു റൈറ്റ്സിൻ്റെ ഇഷ്യൂസോ ഒന്നും കൊണ്ടൊന്നും ആയിരുന്നില്ല, പുള്ളിയുടെ കുറച്ച് ക്രിയേറ്റീവ് ഡിഫറൻസും ഉണ്ടായിരുന്നു. സോ എന്തായാലും മാർവലിൻ്റെ റീകാസ്റ്റിംഗ് അവിടെ സംഭവിക്കുകയാണ്. മാർക്ക് റഫാലോയെ ദി അവഞ്ചേഴ്സിലൂടെ പുതിയ ഹൾക്കായിട്ട് കൊണ്ടുവരുന്നു. അതിനുശേഷം ഫേസ് 2 നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക 2 തോർ 2 ഒക്കെ വന്നതുപോലെ ഹൾക്കിൻ്റെ സെക്കൻഡ് പാർട്ട് വരികയാണ്, ഹൾക്ക് അൺബൗണ്ട്. ടൈറ്റിൽ ഞാൻ എടുത്ത ചെറുതായിട്ടുള്ളൊരു മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ദ ഇൻക്രെഡിബിൾ എന്നുള്ളത് ഞാൻ എടുത്തു മാറ്റിയിട്ട് വെറും ഹൾക്കാക്കി മാറ്റി. ഒന്നാമത്തെ കാര്യം, എഡ്വേർഡ് നോർട്ടനെ മാറ്റിയിട്ട് ഇപ്പം മാർക്ക് റഫാലോയാണ് വന്നിരിക്കുന്നത്. പിന്നെ അതേപോലെ മാർക്കറ്റ് ചെയ്യാനും കുറച്ചുകൂടെ എളുപ്പം ഹൾക്ക് എന്ന് പറയാനാണ്. സോ അതുകൊണ്ടാണ് ഹൾക്ക് റീബൗണ്ട് എന്ന ടൈറ്റിലാക്കിയത്. ഇനിയുള്ള മൂവീസിലും ഈ ഒരു ജസ്റ്റ് ഹൾക്ക് മാത്രമായിരിക്കും യൂസ് ചെയ്യപ്പെടുക. ഓക്കെ, അപ്പോൾ നമുക്ക് സിനിമയുടെ കഥയിലോട്ട് വരാം. ഇതിലെ മെയിൻ വില്ലൻ എന്ന് പറയുന്നത് ദ ലീഡറാണ്. റിയൽ ലൈഫിൽ ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡിലാണ് ഈ ഒരു ക്യാരക്ടർ വില്ലനായിട്ട് വരുന്നത്. അത് പക്ഷേ ദ ഇൻക്രെഡിബിൾ ഹൾക്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് 17 വർഷങ്ങൾക്ക് ശേഷമാണ് വരുന്നത്. നമ്മൾ അത്രയും ഗ്യാപ്പൊന്നും പോകുന്നില്ല. വെറും ഒരു 5-6 കൊല്ലത്തിനുള്ളിൽ ഹൾക്കിൻ്റെ സെക്കൻഡ് പാർട്ടായ ഹൾക്ക് റീബൗണ്ടിൽ ഈ ഒരു ക്യാരക്ടർ തിരിച്ചു വരികയാണ്. ദ ഇൻക്രെഡിബിൾ ഹൾക്കിൽ മിസ്റ്റർ ബ്ലൂ എന്നറിയപ്പെട്ട സാമുവൽ സ്റ്റേൺസ് ഇവഞ്ച്വലി ദ ലീഡർ എന്ന വില്ലനായിട്ട് മാറുന്നതിൻ്റെ ടീസ് ആ ഒരു സിനിമയിൽ തന്നെ നമ്മൾ കണ്ടതായിരുന്നു. ബ്രൂസ് ബാനറിൻ്റെ ഒരു ഗാമ റേഡിയേറ്റഡ് ബ്ലഡ് പുള്ളിയുടെ തലയിലെ മുറിവിൽ വീണിട്ട് ആ ഒരു തല ഒരുപാട് ബൾജ് ആവുകയും അങ്ങനെയാണ് ദ ലീഡർ എന്ന വില്ലനായിട്ട് ഇയാൾ മാറുകയും ചെയ്യുന്നത്. സോ ബേസിക്കലി ഹൾക്കിനെ അല്ലെങ്കിൽ അബോമിനേഷനെയൊക്കെ പോലെ സൂപ്പർ സ്ട്രെങ്ത് അല്ല, മറിച്ച് ബ്രെയിനിലോട്ടുള്ളൊരു സൂപ്പർ പവറാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഹ്യൂമൻസിന് അപ്പുറത്തേക്കുള്ളൊരു ഇൻ്റലിജൻറ്റ് ലെവലിലേക്ക് ദ ലീഡർ മാറുകയാണ്. ആ ഒരു വേർഷനാണ് നമ്മൾ ഈ പറഞ്ഞ ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡിൽ കണ്ടതും. സോ ഇവിടെ അത്രത്തോളം പവർഫുള്ളായി മാറിയ, മൈൻഡ് കൊണ്ട് പവർഫുള്ളായിട്ട് മാറിയ ദ ലീഡറിന് മനസ്സിലാവുകയാണ് ഹ്യൂമാനിറ്റി വളരെ ചെറിയൊരു ലെവലിലാണ് നിൽക്കുന്നത്. ഈ ഒരു ഗാമ വെച്ചിട്ട് പുള്ളിക്ക് ഇത്ര ഇൻ്റലിജൻസ് ജസ്റ്റ് ഒരു ബ്ലഡിൽ നിന്ന് കിട്ടാമെങ്കിൽ എത്രമാത്രം ഡെവലപ്പ് ആവാൻ ഹ്യൂമാനിറ്റിക്ക് പറ്റുമെന്നാണ് ദ ലീഡർ ആലോചിക്കുന്നത്. കോമിക്സിലും ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ് ലീഡർ. ഹ്യൂമാനിറ്റിയെ ഇമ്പ്രൂവ് ആക്കണം എന്ന രീതിയിലുള്ളൊരു ഐഡിയോളജിയാണ് പുള്ളിക്കുള്ളത്. ഏകദേശം മറ്റേ അമേസിംഗ് സ്പൈഡർമാൻ സിനിമകളിലൊക്കെ ലിസാർഡ് എല്ലാവരെയും ലിസാർഡ് ആക്കണം എന്ന് പറയത്തില്ല, ഏകദേശം അതുപോലെ തന്നെയാണ് ഇവിടെയും. ഇവിടെ പക്ഷേ കുറച്ചുകൂടി ഒരു ഗാമ റേഡിയേറ്റഡ് മോൺസ്റ്റേഴ്സ് ആയിട്ട് ആൾക്കാർ മാറുമെങ്കിലും സൂപ്പർ ഇൻ്റലിജൻസും സൂപ്പർ സ്ട്രെങ്തും ഇതുകൊണ്ട് ഇവർക്ക് സൈഡിൽ ലഭിക്കുമെന്നുള്ളതാണ് സത്യം. അങ്ങനെ മുഴുവൻ മനുഷ്യരെയും ഇത്തരത്തിൽ ഗാമ റിലേറ്റഡ് മോൺസ്റ്റേഴ്സ് ആയിട്ട് മാറ്റാനാണ് പുള്ളിയുടെ പ്ലാൻ. പുള്ളിക്കാരൻ ആക്ച്വലി ഹൾക്കിനെ കാണുന്നത് തന്നെ ഒരു ലെവൽ 1 ആയിട്ട് മാത്രമാണ്. ഹൾക്കിന് മുകളിൽ തന്നെ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് ചെയ്ത് കുറച്ചുകൂടി ഒരു ഹയർ ലെവൽ ഹൾക്കിനെ ഉണ്ടാക്കാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് ഹൾക്കിനെ ട്രാക്ക് ചെയ്ത് പിടിക്കാൻ ലീഡർ നോക്കുകയാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞതുപോലെ സൂപ്പർ ഇൻ്റലിജൻസ് ആണ് പുള്ളിയുടെ ഏറ്റവും വലിയ പവർ. അതുകൊണ്ട് തന്നെ ഹൾക്കിനെ എങ്ങനെയൊക്കെ ട്രാക്ക് ചെയ്ത് കണ്ടെത്തുന്നു. പിന്നെ ലീഡറിന് ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യേണ്ടി വരത്തില്ല. ലീഡർ ഒരുപാട് പേരെ റിക്രൂട്ട് ചെയ്ത് ഹൾക്കിനെ പുറകെ വിടുന്നു. അങ്ങനെ ബ്രൂസ് ബാനറിനെ ഇയാൾ കുറച്ചുകൂടി ഒരു സാവേജ് ലെവലിലോട്ട് മാറ്റുന്നു. സോ ഓൾറെഡി ദി അവഞ്ചേഴ്സ് കഴിഞ്ഞിട്ട് ഹൾക്കിനൊരു ഹീറോ പരിവേഷമാണുള്ളത്. ഏലിയൻസിൽ നിന്ന് ഹ്യൂമൻസിനെ രക്ഷിച്ച ടീമിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇതേ ഹൾക്കിനെ വീണ്ടും ഒരു റാംബേജിങ് ലെവലിലോട്ട് ഇയാൾ മാറ്റുകയാണ്. അങ്ങനെ കുറച്ചുകൂടെ സ്ട്രെങ്ത് ആയിട്ടുള്ള ഹൾക്ക് അവിടേക്ക് വരികയാണ്.
ഈ ഒരു ഹൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ വേറെ വഴിയില്ലാതെ അബോമിനേഷനെ വീണ്ടും ഇറക്കി വിടേണ്ടി വരികയാണ്. സോ ഹൾക്ക് സിനിമയുടെ ഇൻക്രെഡിബിൾ ഹൾക്കിൻ്റെ അവസാനം അബോമിനേഷൻ വില്ലനായിട്ട് മാറി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പിന്നീട് ഷീ ഹൾക്കിൽ അഡ്രസ്സ് ചെയ്തു. ആദ്യം ഈ പറഞ്ഞൊരു മോൺസ്റ്ററിനെ തോപ്പിക്കാൻ വേണ്ടിയാണ് സ്വയം ഒരു മോൺസ്റ്ററായിട്ട് എമിൽ ബ്ലോൺസ്കി മാറിയത്. പക്ഷെ പിന്നീട് പുള്ളിക്കാരനൊരു വില്ലനായിട്ട് മാറുകയും ആ മോൺസ്റ്റർ ഒരു ഹീറോ ആയിട്ട് മാറുകയും ചെയ്തു എന്നുള്ളത്. അങ്ങനെ എമിൽ ബ്ലോൺസ്കി അഥവാ അബോമിനേഷൻ്റെ ഒരു റിഡംഷൻ ആർക്ക് കൂടിയാണിത്. ഒരു ജയിലിൽ കടന്നിരുന്ന ഈ മോൺസ്റ്ററിനെ ഹൾക്കിനെ തോപ്പിക്കാൻ വേണ്ടി വേറെ വഴിയില്ലാതെ ഇവർ ഇറക്കുകയാണ്. അങ്ങനെ ഹൾക്കിനെ വീണ്ടും തോപ്പിച്ച് കഴിഞ്ഞാൽ പഴയ ആ ഒരു ഹീറോ ലെവലിലോട്ട് മാറാൻ എമിൽ ബ്ലോൺസ്കിക്ക് പറ്റും. പക്ഷേ ഒബ്വിയസ്ലി ലീഡർ ഓൾറെഡി പണിഞ്ഞിട്ട് ഹൾക്കിന് പഴയതിനെക്കാട്ടി ഫാർ പവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ അബോമിനേഷൻ ഈസി ആയിട്ട് ഇടിച്ച് റൊട്ടിയാക്കിയാണ് ഹൾക്ക് ചെയ്യുന്നത്. ഇത് കാരണം ഹൾക്ക് വീണ്ടും ഒരുപാട് ഹൈ ലെവലിൽ ഒരു ത്രെറ്റായിട്ട് മാറുന്നൊരവസ്ഥയിലോട്ടാണ് പോകുന്നത്. ഈ ഒരു സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന മറ്റൊരു ക്യാരക്ടറാണ് റിക് ജോൺസ്. നിങ്ങൾ ബാലരമയിലടക്കം വന്ന ഹൾക്ക് കോമിക്സ് വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും. ഹൾക്കിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിട്ടാണ് റിക് ജോൺസിനെ കാണിച്ചിട്ടുള്ളത്. മാത്രമല്ല റിക് ജോൺസ് ഹൾക്കാൻ്റെ ഏസോസ് മാഷിൻ്റെ ഒരു മോൺസ്റ്റർ ആയിട്ടൊക്കെ മാറുന്നുണ്ട്. എന്തായാലും ആ ഒരു സ്റ്റോറി നമ്മളിവിടേക്ക് കൊണ്ടുവരുന്നില്ല. പക്ഷേ സ്റ്റിൽ ഒരു സൈഡ് ക്യാരക്ടറായിട്ട് റിക് ജോൺസ് ഇവിടെ ഉണ്ടാവും, ഹൾക്കിൻ്റെ ഒരു ഇമോഷണൽ സപ്പോർട്ടും എല്ലാമായിട്ട്. അങ്ങനെ അബോമിനേഷനെ ഇടിച്ച് റൊട്ടിയാക്കി ഇത്രയും വലിയ ഡിസ്ട്രക്ഷനെ ഉണ്ടാക്കി ഒരു വലിയ ത്രെറ്റായിട്ട് ഹൾക്ക് എവിടേക്കോ പോയി. ഹൾക്ക് എവിടെ പോയെന്ന് ആർക്കും അറിയത്തില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഷീൽഡിൻ്റെ കടന്നുവരവ്. കാരണം ഇത്രയും വലിയ ത്രെറ്റിനെ ഹാൻഡിൽ ചെയ്യാൻ ഷീൽഡ് തന്നെ വേണം. പിന്നെ ഓൾറെഡി ബ്രൂസ് ബാനറിനെ നിക് ഫ്യൂരിയാണ് അവഞ്ചേഴ്സിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്യാപ്റ്റൻ അമേരിക്ക വിന്റർ സോൾജറിന് മുമ്പ് നടക്കുന്ന ഒരു കഥയാണിത്. സോ ഷീൽഡ് ഫോളോ ഔട്ട് ആയില്ല, ഹൈഡ്രയുടെ എക്സ്പോസ് ആയിട്ടില്ല. അതൊക്കെ കൊണ്ട് തന്നെ ആ ഒരു അവഞ്ചേഴ്സ് കഴിഞ്ഞ് തൊട്ടടുത്ത് നടക്കുന്ന ഒരു കഥയായിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്. സോ ഷീൽഡ് ഈസ് വെരി മച്ച് ആക്റ്റീവ്. അപ്പോൾ നിക് ഫ്യൂരി അവിടേക്ക് കടന്നു വരുന്നു. നിക് ഫ്യൂരി ഒരു ഫീൽഡിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഡോഗ് സാംസൺ. സോ ഹൾക്ക് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ അവഞ്ചേഴ്സസ് മൈറ്റി സീറോസോ അല്ലെങ്കിൽ സ്മാഷോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം ഉള്ളൊരു കിടിലൻ ക്യാരക്ടറാണ് ഡോഗ് സാംസൺ. പുള്ളിക്കാരന് ഗാമ റിലേറ്റഡ് പവേഴ്സ് ഉണ്ടെങ്കിൽ പോലും ഇൻ്റലിജൻസ് ആണ് ഈ ക്യാരക്ടറിൻ്റെ മെയിൻ. അപ്പോൾ ഈ ഒരു MCU വെർഷനിൽ പുള്ളി എത്രത്തോളം പവർഫുള്ളായിട്ടുള്ള ഗാമ റിലേറ്റഡ് പവർഫുള്ളായിട്ടുള്ള ഒരാളായിട്ടല്ല കാണിക്കുന്നത്. പക്ഷേ കുറച്ചുകൂടെ ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഹൾക്കടക്കമുള്ള മോൺസ്റ്റേഴ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരാളായിട്ടായിരിക്കും ഇൻ്റർപ്രറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഡോഗ് സാംസൺ ഉണ്ട്. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഹൾക്കിൻ്റെ ഉറ്റ സുഹൃത്ത് അല്ലെ ബ്രൂസ് ബാനർ ഉറ്റ സുഹൃത്ത് റിക് ജോൺസിനെയും ഷീൽഡ് ഹയർ ചെയ്യുകയാണ്. കാരണം റിക് ജോൺസിനാണ് ഹൾക്ക് എവിടെ പോയെന്ന് പറയാൻ സാധിക്കുക. നിക് ഫ്യൂരി അങ്ങനെ റിക് ജോൺസുമായിട്ട് സംസാരിക്കുന്നു. റിക്കിന് യാതൊരു ഐഡിയയും ഇല്ല എന്താണ് ബ്രൂസിന് സംഭവിച്ചതെന്ന്. തലേ ദിവസം വരെ യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നു. മാത്രമല്ല നമ്മളത് ഇൻക്രെഡിബിൾ ഹൾക്കിൻ്റെ അവസാനമാണെങ്കിലും ദി അവഞ്ചേഴ്സിലാണെങ്കിലും മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഹൾക്കിനെ കൺട്രോൾ ചെയ്ത് വെക്കാൻ ബാനറിന് സാധിക്കും എന്നുള്ളത്. മെഡിറ്റേഷനും മറ്റ് പ്രാക്ടീസും ഒക്കെ കൊണ്ട് ഈ ഒരു സ്കില്ല് ലേൺ ചെയ്ത് ഹൾക്കിനെ കൺട്രോൾ ചെയ്ത് വെച്ച് ആവശ്യമുള്ള സമയത്ത് മാത്രം പുറത്തെടുക്കുകയും പിന്നീട് വീണ്ടും ബ്രൂസായിട്ട് മാറുകയും അങ്ങനെ ഫുള്ളി ഹൾക്ക് ബ്രൂസിൻ്റെ അണ്ടർ കൺട്രോളിലായിരുന്നു. പക്ഷേ ഒറ്റ രാത്രി കൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് റിക്കിന് യാതൊരു ഐഡിയ ഇല്ല. ആരും ഇതിന് പിന്നിൽ കളിക്കുന്നില്ലേ എന്ന് നിക് ഫ്യൂരിക്കൊരു സംശയം തോന്നുന്നു. പക്ഷേ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. കാരണം ദ ലീഡർ അത്രത്തോളം ഹൈ ലെവലായിട്ടുള്ള ഒരു ഹൈഡ് ഔട്ടും അല്ലെങ്കിൽ അത്രയും പ്ലാനിങ് ചെയ്യുന്ന ഒരാളാണ്. എന്നിരുന്നാലും ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ സൈഡിൽ കൂടെ കൊണ്ടുപോകാം എന്നുള്ളൊരു കാര്യം നിക് ഫ്യൂരി തീരുമാനിക്കുകയാണ്. അങ്ങനെ ഈ സൈഡ് ഇൻവെസ്റ്റിഗേഷൻ ഡോഗ് സാംസൺ ഹെൽപ്പ് ചെയ്യുകയാണ്. സോ ഡിസ്ട്രക്ഷൻ്റെ ഒക്കെ ഇടയിൽ നിന്ന് കിട്ടിയ ഹൾക്കിൻ്റെ എയർ സ്ട്രാൻസും മറ്റുമൊക്കെ കൊണ്ട് ഇവർ ചെക്ക് ചെയ്യുകയാണ്. സോ അതിൽ നിന്ന് എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്, ലൈക്ക് എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഡോഗ് സാംസണ് തോന്നുകയാണ്. എന്തായാലും ഹൾക്കിനെ ഇപ്പോൾ കണ്ടുപിടിച്ചേ പറ്റൂ. ഈ ഒരു ഹൾക്ക് എവിടെ പോയേക്കാനാണ് സാധ്യത ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ യൂറോപ്പിൽ പണ്ടൊരു ഡെസേർട്ടിൽ ഒരു അഡ്വഞ്ചറിന് പോയത് റിക് ജോൺസിന് ഓർമ്മ വരുന്നു. സോ ആ ഒരു ഡെസേർട്ടിലേക്ക് ഷീൽഡ് ആൾക്കാരെ അയച്ചപ്പോഴത്തേക്കും അവിടെ ഹൾക്കുണ്ട്. മേ ബി ബ്രൂസ് ബാനറിൻ്റെ ആ ഒരു മൈൻഡ് ഇപ്പോഴും ഏതെങ്കിലും ഒരു പോയിന്റിൽ ഉണർന്നിരിക്കുന്നതുകൊണ്ടായിരിക്കും സിവിലിയൻസിന് ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി ആരുമില്ലാത്ത ഈ മരുഭൂമിയിലോട്ട് വരുന്നത്. അവിടെയും ഹൾക്കിൻ്റെ റേജ് തീർന്നിട്ടില്ല. ഇപ്പോഴും അവിടുത്തെ പാറകളൊക്കെ അടിച്ചു പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്കൻഡിലും ആ റേജ് നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഡോഗ് സാംസൺ ഒരു ക്യൂർ കണ്ടെത്തുകയാണ്. ഹൾക്കിൻ്റെ ഒരു റേജ് കുറച്ച് എന്തെങ്കിലും ഒരു പഴയ പോലെ ആക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷയോടെ. ഒരു 100% ഉറപ്പൊന്നുമില്ല, എന്നാലും ഉള്ളത് വെച്ച് ട്രൈ ചെയ്യണമല്ലോ. പക്ഷേ ഇത് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൾക്കിൻ്റെ ദേഹത്ത് ഇത് കുത്തിവെക്കണം. കുത്തിവെക്കുന്നതിനെക്കാട്ടി ഉപരി ഇപ്പോൾ ഉള്ള ആ ഒരു ഓരോ സെക്കൻഡിൽ റേജ് ആയിട്ട് നടക്കുന്ന ഹൾക്കിൻ്റെ റേജ് അറ്റ്ലീസ്റ്റ് ഒരു 10 സെക്കൻഡെങ്കിലും കുറയണം. സോ അതിനു വേണ്ടിയിട്ട് എന്തായാലും ഷീൽഡ് എല്ലാവരും കൂടെ അവിടെ പോവുകയാണ്. ആൻഡ് ഷീൽഡ് ഇവരുടെ കൂടെ കൂട്ടുന്ന ഒരാൾ ഒബ്വിയസ്ലി ബെറ്റി റോസ് ആണ്. സോ നമ്മളെ ഏജ് ഓഫ് അൾട്രോണിൽ നടാഷ ഹൾക്കിനെ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നത് പോലെ ഇവിടെ ബെറ്റി റോസ് വന്നിട്ട് ഒരു കാം രീതിയിൽ സംസാരിക്കാൻ നോക്കുന്നു. അപ്പോൾ അത് ഏകദേശം വർക്കാവുന്നു. ഉള്ളിലുള്ള ബ്രൂസ് ബാനർ പെർസോണ കുറച്ചെങ്കിലും പുറത്ത് വരാൻ നോക്കുന്നു. അങ്ങനെ ഒരു 10 സെക്കൻഡിനോളം നിന്ന ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ പെട്ടെന്നൊരു അമ്പ് വരികയാണ്. ഈ അമ്പ് ഹൾക്കിൻ്റെ കരുത്തേക്ക് കൊള്ളുന്നു. അതിൽ ആ ക്യൂറുണ്ട്. ആൻഡ് ഈ അമ്പ് വിട്ടത് വേറെ ആരുമില്ല, നമ്മുടെ സ്വന്തം ഹോക്കായി ആണ്. കാരണം ഇതിനേക്കാൾ ബെസ്റ്റ് മാർക്സ്മാനെ ഷീൽഡിന് വേറെ കിട്ടാനില്ല.
ഒരു ക്വിക്ക് കെമിയോ ആണെങ്കിൽ കൂടെ ഞാൻ തന്നെ ഹോക്കായി ചൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഫേസ് 2 ബാക്കി എല്ലാ അവഞ്ചർ ഹീറോസും ഏജ് ഓഫ് അൾട്രോണിന് മുന്നേ ഏതെങ്കിലും മൂവിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. നടാഷ ക്യാപ്റ്റൻ അമേരിക്ക വിന്റർ സോൾജറിലുണ്ടായിരുന്നു. ബാക്കി 3 സോളോ ഫിലിം ഉണ്ട്. ഈവൻ ഈ പറഞ്ഞ ബ്രൂസ് ബാനർ പോലും അയൺമാൻ 3 പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ വരുന്നുണ്ട്. പക്ഷേ ഹോക്കായി മാത്രം ഒരിടത്തും വരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു മൂവി ഉണ്ടെങ്കിൽ അതിൽ ഹോക്കായിയെ ഇങ്ങനെ പെട്ടെന്നൊരു ക്വിക്ക് കെമിയോ ഒരു ഇൻട്രസ്റ്റിംഗ് കെമിയോ ആയിട്ട് കൊണ്ടുവരാമെന്ന് ഞാൻ കരുതിയത്. അപ്പോൾ ഇൻക്രെഡിബിൾ ഹൾക്കിലെ സംഭവങ്ങൾക്ക് ശേഷം ബ്രൂസ് ബാനറും ബെറ്റി റോസും ബ്രേക്കപ്പ് ആയതാണ്. ഇപ്പോഴും അതങ്ങനെ തന്നെ തുടരുന്നു. ജസ്റ്റ് ഒരു 10 സെക്കൻഡിനടുത്തേക്ക് ബ്രൂസ് ബാനറിനെ തിരികെ കൊണ്ടുവരാനുള്ള ഫൈനൽ റിസോർട്ട് എന്ന രീതിയിലാണ് ബെറ്റി റോസ് ഈ മൂവിയിൽ വരുന്നത്. പിന്നീട് തിരിച്ചു പോകുന്നു. ഇവർ ഒരുമിക്കുന്നൊന്നുമില്ല. കാരണം അങ്ങനെ ഒരുമിച്ചാൽ ഏജ് ഓഫ് അൾട്രോണിലെ സ്റ്റോറി ലൈൻ നടക്കില്ലല്ലോ. അങ്ങനെ ലീഡറിന്റെ പ്ലാൻ എങ്ങും എത്താതെ പോവുകയാണ്. ഇത്രയും ഇന്റലിജന്റുടെ പ്ലാൻ എന്താണ് ഇങ്ങനെ ഫെയിലായി പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞ പുള്ളിക്ക് അതിനുള്ള ടെക്നോളജിക്കൽ ആക്സസ് ഇല്ല എന്നത് തന്നെയാണ്. ബ്രേവ് ന്യൂ വേൾഡിലൊക്കെ നമ്മൾ കണ്ടിരുന്നു റോസിൻ്റെ ബാക്കപ്പ് ഉള്ളതുകൊണ്ടാണ് ടെക്നോളജി ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും പുള്ളിക്ക് ഇത്ര ആക്സസ് ഉള്ളത്. പക്ഷേ ഇവിടെ അതൊന്നും ഇല്ലാതെ വളരെ ഗ്രൗണ്ടഡ് ആയ ഒരു തുടക്കകാല വില്ലനായിട്ടാണ് ലീഡർ വരുന്നത്. സോ ഒരുപാട് ബുദ്ധിയും ഐഡിയാസും ഒക്കെ ഉണ്ടെങ്കിലും എക്സിക്യൂട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈവൻ ബ്രൂസിൻ്റെ ആ ഒരു സംഭവം പോലും വളരെയധികം റിസ്ക് എടുത്ത് ചെയ്ത ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു. സോ അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ലേൺ ചെയ്ത് ഇവഞ്ച്വലി ഹ്യൂമൻസിനെ എല്ലാം ഗാമയാക്കണം എന്ന രീതിയിൽ തന്നെ ലീഡർ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ സിനിമ അവസാനിക്കുന്ന ലീഡർ താമസിക്കുന്ന ആ ഒരു ബേസ് ഉണ്ടല്ലോ, സീക്രട്ട് ബേസ്, അതിന് പുറത്ത് തണ്ടർബോൾട്ട് റോസ് നിൽക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ടാണ്. സോ തണ്ടർബോൾട്ട് റോസ് ലീഡറിനെ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ശരിക്കുള്ള MCUവിൽ ബ്രേവ് ന്യൂ വേൾഡ് യൂസ് ചെയ്ത പ്ലോട്ട് എലമെൻ്റ് ആണ് ഞാൻ ഇവിടെ ടീസ് ചെയ്തിരിക്കുന്നത്. അതായത് ബ്രേവ് ന്യൂ വേൾഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇൻക്രെഡിബിൾ ഹൾക്കിലെ സംഭവങ്ങൾക്ക് ശേഷം തന്നെ അത് ലീഡറിനെ റോസ് പിടികൂടുകയും പുള്ളിക്ക് കീഴിൽ വർക്ക് ചെയ്യുകയും അങ്ങനെയാണ് റോസ് ഇവഞ്ച്വലി ഇത്രയും വലിയൊരു അമേരിക്കൻ പ്രസിഡന്റ് എന്നൊരു ലെവലിലോട്ട് വരെ ആയി മാറുന്നത്. അപ്പോൾ അത് ഇവിടെ ചെറിയ രീതിയിൽ മാറ്റം വരുത്തി ഈ ഹൾക്കിൻ്റെ സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ ഹൾക്ക് അൺബൗണ്ടിൻ്റെ അവസാനം ഇയാളെ സെപ്പറേറ്റ് ട്രാക്ക് ചെയ്ത് റോസ് കണ്ടെത്തുന്നതും പിന്നീട് ആ ഒരു സ്റ്റോറിയിലോട്ട് പോകുന്നൊരു ടീസുമായിട്ടാണ് ഞാനിപ്പം ഉദ്ദേശിച്ചത്. അപ്പോൾ ഗൈസ് അങ്ങനെ MCU ഫേസ് 2 ഭാഗമായിട്ടുള്ള സെക്കൻഡ് ഹൾക്ക് മൂവിയായ ഹൾക്ക് അൺബൗണ്ടിൻ്റെ സ്റ്റോറിയോട് അവസാനിക്കുന്നു. ഇനി നെക്സ്റ്റ് സ്റ്റോറി എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നമ്മുടെ ഏജ് ഓഫ് അൾട്രോൺ ആണ്. ഏജ് ഓഫ് അൾട്രോണിൽ ഞാൻ നേരത്തെ പറഞ്ഞ നടാഷയുടെ റിലേഷനും ആ ഒരു എലമെൻസ് ഒക്കെ ഇവിടെ എല്ലാം കടന്നു വരുന്നുണ്ട്. ഏജ് ഓഫ് അൾട്രോണിൽ വലിയ മാറ്റങ്ങളൊന്നും തന്നെ സത്യം പറഞ്ഞാൽ ഉണ്ടാവുന്നില്ല. മാത്രമല്ല സിനിമയുടെ തുടക്കം തൊട്ട് ഇച്ചിരി അഗ്രസീവായിട്ടാണ് ഹൾക്ക് വരുന്നത്. അവഞ്ചേഴ്സ് ഫസ്റ്റിലൊക്കെ വന്നപ്പോൾ ഉള്ളതിനേക്കാളും അഗ്രസീവ്. അപ്പോൾ അതിനൊരു റീസൺ ആയിട്ട് മുമ്പ് ഈ പറഞ്ഞ സെക്കൻഡ് മൂവിയിലെ എഫക്റ്റുകൾ ഇപ്പോഴും ചെറിയ രീതിയിലുണ്ട് എന്നതായിട്ടൊരു ലോജിക്കും കൂടെ വരുന്നുണ്ട്. ഏജ് ഓഫ് അൾട്രോണിലെല്ലാം അതേപടി തന്നെ സംഭവിക്കുന്നു. ഏറ്റവും അവസാനം ഹൾക്ക് ഷിപ്പിൽ കയറി സ്പേസിലേക്ക് പോകുന്നു. അതിന് നമ്മളെ ഡയറക്റ്റ്ലി ലീഡ് ചെയ്യുന്നത് ഹൾക്കിൻ്റെ 3ാമത്തെ സിനിമയാണ്, ഫേസ് 3 റിലീസ് ചെയ്യാൻ പോകുന്ന പ്ലാനറ്റ് ഹൾക്ക്. റിയൽ MCUവിലേക്ക് വന്നു കഴിഞ്ഞാൽ തോർ റാഗ്നറോക്ക് ഒരു സപ്ലോട്ടാണ് പ്ലാനറ്റ് ഹൾക്ക് സ്റ്റോറിയിലേക്ക് കടന്നു വരുന്നത്. കോമിക്സിൽ പ്ലാനറ്റ് ഹൾക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഹൾക്ക് സ്പേസിൽ പോയി സക്കാർ എന്നൊരു പ്ലാനറ്റിൽ ചെല്ലുന്നു. അവിടുത്തെ ഒരു വാരിയറായിട്ട് പിന്നീട് ഹൾക്ക് മാറുന്നതും അവിടെ ഒരു ഫാമിലി വരെ ഉണ്ടാകുന്നതൊക്കെയാണ് പ്ലാനറ്റ് ഹൾക്ക് സ്റ്റോറിയിൽ. ഇത് ചെറിയ രീതിയിലാണ് MCUവിലേക്ക് അഡാപ്റ്റ് ചെയ്തിട്ട് ഉണ്ടായിരുന്നത് റാഗ്നറോക്കിൽ. പക്ഷേ ഇവിടെ നമ്മളൊരു പ്രോപ്പർ പ്ലാനറ്റ് ഹൾക്ക് സിനിമ തന്നെ 3rd മൂവിയായിട്ട് കൊണ്ടുവരുന്നു. സോ ആ ഒരു പ്ലാനറ്റ് മൊത്തത്തിലൊരു ഏലിയൻ റേസ്, അവിടെ ഹൾക്കിനെ പോലെ തന്നെ അല്ലെങ്കിൽ അത്രത്തോളം പവറുള്ള ബാക്കി മോൺസ്റ്റേഴ്സ്, അങ്ങനെ ഒരു 1.5 പടമായിട്ടായിരിക്കും പ്ലാനറ്റ് ഹൾക്ക് വരിക. അതിൻ്റെ ഏറ്റവും അവസാനം ആൾക്ക് അവിടുത്തെ ഏറ്റവും വലിയ വാരിയറായി മാറുന്നിടത്താണ് തീരുന്നത്. ഓഫ് കോഴ്സ് ഗ്രാൻഡ് മാസ്റ്ററും വാൽക്കറിയും അടക്കമുള്ള നമ്മൾ ഓൾറെഡി റാഗ്നറോക്കിൽ കണ്ട പല ക്യാരക്ടേഴ്സും പ്ലാനറ്റ് ഹൾക്കിലായിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുക. പോസ്റ്റ് ക്രെഡിറ്റ് സീൻ പോലെ തോർ ഈ ഒരു പ്ലാനറ്റിലേക്ക് വന്ന് വീഴുന്നതായിട്ടായിരിക്കും കാണിക്കുക, തോർ റാഗ്നറോക്കിലെ ആ ഒരു സീൻ. അങ്ങനെ തൊട്ടടുത്ത മൂവിയായ തോർ റാഗ്നറോക്ക് സെറ്റപ്പ് ചെയ്യപ്പെടുകയാണ്. റാഗ്നറോക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്രത്തോളം ഇമ്പോർട്ടൻസ് സക്കാർ സ്റ്റോറിയിൽ എനിക്ക് കിട്ടത്തില്ല. കാരണം MCUവിൽ പ്ലാനറ്റ് ഹൾക്ക് സിനിമ ഇല്ലാത്തതുകൊണ്ടാണ് തോർ റാഗ്നറോക്ക് നല്ലൊരു എക്സ്പ്ലോർ ചെയ്തത്. സോ അത്രത്തോളം എക്സ്പ്ലോറേഷൻ ഒന്നും തന്നെ തോർ റാഗ്നറോക്കിൻ്റെ ഈ വെർഷനിൽ വരത്തില്ല. പക്ഷേ ഓഫ് കോഴ്സ് തോർ ഇവിടെ വന്ന് വീഴുന്നതും അതേപോലെ ഹൾക്ക് ഫൈറ്റ് ചെയ്യുന്നതും പിന്നീട് ഇവർ ടസ്ഗാർഡിൽ പോകുന്നതൊക്കെ തന്നെ ഇതിലുണ്ടാവും. പക്ഷേ പഴയ എത്രത്തോളം എക്സ്പ്ലോറേഷനോ ഇമ്പോർട്ടൻസോ ഉണ്ടാവില്ല എന്ന് മാത്രം. അങ്ങനെ അസ്ഗാർഡിലേക്ക് പോയി ഇവർ ഹെലയെ ഫൈനൽ ഫൈറ്റ് ചെയ്യുന്നു. അവിടെ നിന്ന് സ്പേസ് ഷിപ്പിൽ കയറി രക്ഷപ്പെടുന്നു. പക്ഷേ അവരെ തേടി താനോസ് വരുന്നു. അങ്ങനെ നമ്മൾ കണ്ട ഒരു ബാക്കി തോർ റാഗ്നറോക്ക് എല്ലാം അതേപടി നടക്കുകയാണ്. ദെൻ കംസ് ഇൻഫിനിറ്റി വാർ ആൻഡ് എൻഡ് ഗെയിം. ഇവിടെയും യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. ഇൻഫിനിറ്റി വാറിൽ ഈ പറഞ്ഞതുപോലെ ഹൾക്കിന് ആ ഒരു ഇഷ്യൂസ് തിരിച്ച് ഹൾക്കായിട്ട് മാറാൻ ബ്രൂസിന് പറ്റുന്നില്ല. അങ്ങനെയുള്ള ഇഷ്യൂസ് അവിടെ വരുന്നു. അതിനുശേഷം എൻ ഗെയിമിൻ്റെ ആ ഒരു 5 ഇയർ ഗ്യാപ്പിൽ ഹൾക്ക് ഒരുപാട് എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തിട്ട് പ്രൊഫസർ ഹൾക്കായിട്ട് മാറുന്നു. ഏറ്റവും അവസാനം ആ ഒരു ഗോട്ട്ലാൻഡ് വീൽഡ് ചെയ്ത് എല്ലാവരും തിരിച്ചു കൊണ്ടുവരുന്നു. താനോസിനെ ഫൈനൽ ഫൈറ്റിൽ നേരിടുന്നു. ടോണി മരിക്കുന്നു. അങ്ങനെ എൻ ഗെയിമും ഇൻഫിനിറ്റി വാറും യാതൊരു മാറ്റങ്ങളും ഇല്ല. എക്സാക്റ്റ് സെയിം മൂവി തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക. അങ്ങനെ ഇൻഫിനിറ്റി സാഗയിൽ അയൺമാൻ, ക്യാപ്റ്റൻ അമേരിക്ക, തോർ എന്നീ മെയിൻ ട്രയോ പോലെ ഹൾക്കിനും ഒരു ട്രിലജി കിട്ടുകയാണ്. ഫേസ് 1 ദ ഇൻക്രെഡിബിൾ ഹൾക്ക്, ഫേസ് 2 ഹൾക്ക് അൺബൗണ്ട്, ഫേസ് 3 പ്ലാനറ്റ് ഹൾക്ക്. ബാക്കിയുള്ള സിനിമകളിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ തോർ റാഗ്നറോക്കിൽ മാത്രമാണ് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരിക. ഏജ് ഓഫ് അൾട്രോൺ ഒക്കെ ആണെങ്കിലും അത്ര വലിയ മാറ്റങ്ങളില്ല. പിന്നെ ഏജ് ഓഫ് അൾട്രോണിൽ കുറച്ചുകൂടെ ഒരു ആംഗ്രി ലെവലുള്ള ഹൾക്കിനെ ഒന്ന് കണക്ട് ചെയ്യാനും ഈ പറഞ്ഞ സെക്കൻഡ് മൂവി കാരണം സാധിച്ചു. കുറച്ചുകൂടി ഒരു ഡെപ്ത് കൊടുക്കാൻ സാധിച്ചു എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് മൾട്ടിവേഴ്സ് ആഗയിലേക്കാണ് പോകേണ്ടത്. ഓഫ് കോഴ്സ് ഹൾക്കിന് തോറിന് 4 കിട്ടിയതുപോലെ ഒരു 4th പാർട്ട് കിട്ടുകയാണ്.
ഹൾക്ക് റെഡ്. ടൈറ്റിലിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇത് റെഡ് ഹൾക്കിൻ്റെ സ്റ്റോറിയാണ്. ഏകദേശം ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡിൻ്റെ അതേ സ്റ്റോറിയിലേയും തന്നെ ഇവിടെ കൊണ്ടുവന്നു എന്ന് പറയാം. കാരണം ഓഫ് കോഴ്സ് അതൊരു ക്യാപ്റ്റൻ അമേരിക്ക മൂവിയിലല്ല പ്ലേസ് ചെയ്യേണ്ടത്, ഹൾക്ക് മൂവിയിലാണ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് മൂവിയുടെ അവസാനം കണ്ടതുപോലെ തണ്ടർബോൾട്ട് റോസ് ലീഡറിനെ ഒരു അടിമയായിട്ട് താഴെ വെച്ചിരിക്കുകയാണ്. പക്ഷേ ലീഡർ തണ്ടർബോൾട്ട് റോസിന് നൈസായിട്ട് പണിയുന്നുണ്ട്. അങ്ങനെ ഇവഞ്ച്വലി തണ്ടർബോൾട്ട് റോസ് ഒരു ഹൾക്കായിട്ട് മാറുകയാണ്, റെഡ് ഹൾക്കായിട്ട് മാറുകയാണ്. പക്ഷേ ഇവിടെ ഇതൊരു ട്വിസ്റ്റായിട്ടൊന്നുമല്ല. ബ്രേവ് ന്യൂ വേൾഡ് ഭയങ്കര ട്വിസ്റ്റായിട്ടായിരുന്നു കാണിച്ചത്. ഇവിടെ ട്വിസ്റ്റായിട്ടൊന്നുമല്ല. സിനിമയുടെ തുടക്കത്തിൽ തന്നെ പുള്ളിക്കാരൻ റെഡ് ഹൾക്കായിട്ട് മാറുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ഈ ഒരു ലെവലിലോട്ട് മാറുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെയാണ് കുറച്ചുകൂടി ഒരു പൊളിറ്റിക്കൽ ലെയറിൽ ഈ ഒരു സിനിമയിൽ കാണിക്കുക. ഹൾക്ക് വരുന്ന നെക്സ്റ്റ് മൂവി സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു തിയറി ഉണ്ടല്ലോ, മിസ്റ്റർ നെഗറ്റീവ് ഹൾക്കിനെ സാവേജ് ആയിട്ടുള്ള ഗ്രേ ഹൾക്കാക്കി മാറ്റുന്നതും അതേപോലെ ബ്രൂസ് ബാനർ കാരണമാണ് ആ ഒരു റേഡിയോ ആക്റ്റീവ് സ്പൈഡർ ഉണ്ടായി സ്പൈഡർമാൻ്റെ ഒറിജിൻ വരുന്നതെന്നും പിന്നെ പീറ്ററിൻ്റെ സിനിമയുടെ തുടക്കത്തിൽ ഒരു മെൻറ്ററായിട്ട് ബ്രൂസ് ബാനർ ഉണ്ടാവുന്നതും, അങ്ങനെ ആ ഒരു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ആ നിലവിൽ നിൽക്കുന്ന ഫാൻ തിയറി അതേപടി തന്നെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ നടക്കുന്നു. അങ്ങനെ സാവേജ് ഹൾക്ക് വരുന്നു. പക്ഷേ ഏറ്റവും അവസാനം ഓഫ് കോഴ്സ് വീണ്ടും പഴയ പോലെ ബ്രൂസായിട്ട് മാറുന്നു. അതിനുശേഷമാണ് ഡൂംസ് ഡേയും സീക്രട്ട് വാഴ്സും വരുന്നത്. സോ വീണ്ടും ആ ഒരു ഗ്രൗണ്ടഡ് ലെവലിലോട്ട് വന്നിട്ട് കോസ്മിക് ലെവലിലോട്ട് പോവാണ്. അങ്ങനെ വീണ്ടും ഒരു ഹൈ ലെവൽ മൂവി വരുന്നു. അതിലെ സംഭവങ്ങളൊക്കെ നടക്കുന്നു. മാർവലിൽ ട്രയോ എന്ന് വെച്ച് ഇപ്പോൾ എല്ലാവരും പറയുക അയൺമാൻ, ക്യാപ്റ്റൻ അമേരിക്ക, തോറായിരിക്കും. ഇൻഫിനിറ്റി സാഗ അല്ലെങ്കിൽ അവഞ്ചേഴ്സ് മൂവീസ് കാരണമാണ് ഇപ്പം അങ്ങനെ ആയത്. പക്ഷെ അതിനൊക്കെ മുന്നേ നമുക്കൊരു അൺഒഫീഷ്യൽ ട്രയോ ഉണ്ടായിരുന്നു, സ്പൈഡർമാൻ, ഹൾക്ക്, വൂൾവറിൻ. അതിൽ തന്നെ സ്പൈഡർമാനും വൂൾവറിനും ഇഷ്ടംപോലെ സോളോ ഫിലിംസും ടീം അപ്പ് ഫിലിംസിൽ കിടൽ ഇമ്പോർട്ടൻസ് കിട്ടിയെങ്കിലും ഹൾക്കിന് സോളോ ഫിലിംസും ഇല്ലാതായി പോയി, ടീം അപ്പ് മൂവീസിലും സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു. അപ്പം അങ്ങനെയുള്ള ഹൾക്ക് അങ്ങനെ സംഭവിക്കാതെ ഇവരെയൊക്കെ പോലെ തന്നെ സോളോ മൂവീസ് MCUവിൽ കിട്ടിക്കൊണ്ടുപോയി. എന്നാൽ അത് ഇപ്പോൾ ഓൾറെഡി ഉള്ള സ്ട്രക്ചറിനെ മാറ്റാൻ പാടില്ല. ഇങ്ങനെ 2 മൂവി ഇറക്കുന്നതുകൊണ്ട് ഹോൾ MCUവിലെ സംഭവങ്ങൾ മാറാൻ പാടില്ല. ഈ ഒരു ഉള്ള ഹോൾ സ്ട്രക്ചറിനകത്ത് ഫിറ്റ് ആവുകയും വേണം. അങ്ങനെ ആലോചിച്ച് ചുമ്മാ ഇരുന്നപ്പോൾ ആലോചിച്ച് കിട്ടിയ കുറച്ച് തിയറീസ് വെച്ചിട്ടാണ് ഈ ഒരു മൂവീസിൻ്റെ പ്ലാൻ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പ്ലോട്ട് ഹോൾസ് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്, അത്ര പെർഫെക്റ്റ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. ഇത്തരത്തിൽ ഇനിയും കുറച്ച് വീഡിയോസ് ചെയ്യാൻ താല്പര്യമുണ്ട്. കാരണം ഓൾറെഡി വന്ന് നമുക്ക് ഡിസപ്പോയിൻ്റ് ആയിപ്പോയ പല കാര്യങ്ങളും ഇങ്ങനെ ആയിരുന്നെങ്കിൽ അല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുന്നതിൻ്റെ ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ ഇനി ക്യാരക്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്പെസിഫിക് മൂവി ആയിക്കോട്ടെ ഇങ്ങനെ റീറേറ്റ് ചെയ്യണമെന്ന് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വീഡിയോസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസിനായി കൊമിക് മന്ത്ര യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഇസ് റിന്നു ചെങ്ങന്നൂർ സൈനിങ് ഓഫ് ഫ്രം കൊമിക് മന്ത്ര.